ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ റെഡ് കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 2-3 പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് ചലഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സബ്സ്ക്രൈബേഴ്സ് പറയണമല്ലേ, അപ്പോൾ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചലഞ്ച് ചെയ്യാൻ പോവാണ്. ചലഞ്ചിൽ ഞാൻ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ, ഇവന് കഴിക്കാറായിട്ടില്ല. നമ്മൾ കുറേ വെറൈറ്റി ഫുഡ്സൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വാട്ടർമെലൺ തണ്ണിമത്തങ്ങയുടെ ജ്യൂസും ബ്രെഡുമാണ്. ബ്രെഡിൽ റെഡ് കളർ ജാമൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിന്ന് റെഡ് കളർ ഫുഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ്, നമുക്കിത് കഴിക്കാം. അപ്പോൾ എൻ്റെ വയർ ഫുള്ളായി. എന്തായാലും ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കഴിക്കും. നമുക്ക് ലഞ്ചിൻ്റെ സമയത്ത് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. എല്ലാം ഒരു റെഡിഷ്. കുറച്ച് മോരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. വെള്ളമുണ്ട് കേട്ടോ. മറ്റേ പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, വേറെ വെള്ളമൊന്നുമല്ല, ചൂടുവെള്ളമാണിത്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് ഇട്ട് ഇളക്കുമ്പോഴത്തേനും ഫുള്ള് ബീട്രൂട്ടിൻ്റെ ചെറിയായിരിക്കും. ഇല്ല കേട്ടോ, അങ്ങനെ ബീട്രൂട്ട് തോരനാക്കി വേവിച്ച് വെച്ചിരുന്ന് മിക്സ് ചെയ്തല്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വലിയ ടേസ്റ്റ് വ്യത്യാസം നമ്മൾ സാധാരണ തോരൻ കഴിക്കുന്നത് പോലെ ഉള്ളൂ. നല്ല റെഡിഷ് കളറല്ലേ. കൊള്ളാം, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും ഞാൻ വെച്ചതല്ല, ഉമ്മച്ച വെച്ചതാണ്. ഉമ്മച്ചാൻ്റെ ഇക്കാരുമ്മ വെച്ച ഫുഡാണ്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞുള്ളതുകൊണ്ട് അവനെ വെച്ചോണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം ജോലിയെല്ലാം ഉമ്മയാണ് ചെയ്യുന്നത്. അമ്മക്ക് ജോലിക്ക് പോകണമെങ്കിലും രാവിലെ എണീച്ചെല്ലാം കറികളെല്ലാം ചോറും കറിയെല്ലാം വെച്ച് വെച്ചിട്ടാണ് ഉമ്മ ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ജോലിയൊന്നുമില്ല, അവനെ മാത്രം നോക്കിയാൽ മതി. അവനെ നോക്കാൻ തന്നെ വേണം രണ്ടുപേരും. വെള്ളം നല്ല തിളച്ച വെള്ളം, നല്ല ചൂടുണ്ട്, നല്ല കളറും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളറ്. നല്ല ചൂട്. ചോറ് കഴിച്ചിട്ട് രസവും പുളിശ്ശേരിയൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇതേപോലെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ കുടിക്കാൻ. നമ്മൾ സദ്യയൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും കുടിക്കത്തില്ല, അതേപോലെ ഒരു ഫീല്. പിന്നെ അതെൻ്റെ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത സ്നാക്സോ വല്ലതൊക്കെ കഴിക്കുമ്പോഴത്തേനും കാണാം, അല്ലെങ്കിൽ നേരെ ഡിന്നറിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, ചായ കുടിക്കേണ്ട സമയമാണ്. അപ്പം നമുക്ക് എന്താ വേണ്ടത്? റെഡ് കളർ ചായ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടേ. നമ്മൾ ചെയ്യാൻ പോണ റെഡ് കളർ ചായയാണ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പഞ്ചസാരയിലോട്ട് നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുവെള്ളം, ഇത്ര മതി.
ഒഴിച്ചു കൊടുത്തേ. നല്ല ചൂടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഇത് കണ്ടോ, നല്ല ചുവന്ന നാടൻ ചെമ്പരത്തിപ്പൂവില്ലേ ഇതാ, അത് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കഴുകി വെച്ചതാണ് കേട്ടോ. കുറച്ചു നേരം ഇത് ഇവിടെ ഇരിക്കട്ടെ, അപ്പോഴത്തേക്കിനും സെറ്റ് ആവും. കണ്ടോ, ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ഡാർക്ക് കളർ. ഇനി നമുക്കിതിനെ ചോപ്പിച്ചെടുക്കാം. കുറച്ചേരം ഇടുമ്പോഴത്തേക്കിനും ആ ചെമ്പരത്തിൽ ആ ഒരു എസൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു കളറെല്ലാം കൂടെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങും. എന്നിട്ട് ഇതാ ചെമ്പരത്തി ഇതേപോലെ വെള്ള കളറിലാവും. കണ്ടോ, നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് കണ്ടോ, നല്ല ഡാർക്ക് കളറല്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് സാധനം ചേർക്കാണ്ട് നാരങ്ങ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കത്തി എടുത്തിട്ട് നാരങ്ങ രണ്ടായിട്ട് മുറിക്കാം. ഒരു സ്ലൈസ് നാരങ്ങ എടുത്ത് അങ്ങോട്ടൊക്കെ കാണിച്ചു. നല്ല ചൂടുണ്ട്. ഇതിലോട്ട് ഇത് നമുക്ക് കേട്ടോ, നല്ല ചുമന്ന ചായ, നല്ല കളറല്ലേ. ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായയിലൂടെ കഴിക്കാൻ ലോട്ടി ചോക്കോപ്പായുടെ 2 പാക്കറ്റ് ഉണ്ട്, 2 കിറ്റ്കാറ്റും. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, ഈ ലോട്ടി ചോക്കോപ്പായി കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഇത് കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ വാങ്ങിച്ച് കഴിക്കുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് പ്ലീസ്. നമുക്ക് കിറ്റ്കാറ്റ് കഴിക്കാം. എൻ്റെ ഫേവറേറ്റ് ആണ് കിറ്റ്കാറ്റ്. ഡയറി മിൽക്കിനെക്കാളും എനിക്ക് കിറ്റ്കാറ്റ് ഇഷ്ടം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നാരങ്ങയുടെ ചെറിയൊരു പുളിപ്പുണ്ട്, അതെൻ്റെ കയ്യിലിരുന്നാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പഞ്ചസാരയ്ക്ക് പകരം തേനാണ് യൂസ് ചെയ്യേണ്ടത്. തേനില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം പഞ്ചസാര യൂസ് ചെയ്തതേ ഉള്ളൂ മധുരത്തിന് വേണ്ടിയിട്ട്. നല്ലൊരു റിഫ്രഷിങ് ആണ്. രണ്ട് ലേസും ഉണ്ട് കേട്ടോ, റെഡ് കളർ. ഇതിനായിട്ട് ഞാൻ മറന്നുപോയി. എനിക്ക് സാധാരണ പച്ച കളറാണ് ഇഷ്ടം, റെഡ് കളറല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് റെഡ് കളർ വാങ്ങിച്ചു. പക്ഷെ ഇത് കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ചെറി ഉണ്ട് കേട്ടോ, ചെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് രാത്രി കഴിക്കാം. അപ്പൊ ഇന്നത്തെ ചായയും പലഹാരങ്ങളും ഇതായിരുന്നു. ഇനി നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം ഗൈസ്. ചുമന്ന ദോശ, ബീട്രൂട്ട് ദോശയെന്ന്. ചുമന്ന ദോശ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ബീട്രൂട്ട് ദോശ എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി കാണും. ബീട്രൂട്ടാണ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം അരച്ച് ചേർക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു കുഞ്ഞ് ബീട്രൂട്ടിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ലോണം അരിഞ്ഞ് മിക്സിയിലോട്ടാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാനിതാ ബീട്രൂട്ട് കുറച്ചും കൂടെ കറിക്ക് ചേർത്തിട്ടുണ്ട്. ഇതാ ഒരു ചുവന്ന കളർ കണ്ടു, ചോരമയം.
ഉള്ള കളറൊക്കെ കിട്ടാറുള്ളൂ. എൻ്റെ പുത്രൻ അവിടെ വിളി തുടങ്ങിയിട്ടുണ്ട്. നിലവിളി തുടങ്ങുന്നതിന് മുമ്പ് എനിക്കിത് ഉണ്ടാക്കണം. തൻ്റെ നല്ല കളറായിട്ടുണ്ട്. കുറച്ചുകൂടെ ബീട്രൂട്ട് ഞാൻ നല്ല കളറുള്ള ഒരു ബീട്രൂട്ട് ഇതാ ഇതിൻ്റെ പകുതി ഞാൻ അരച്ച് വിളിച്ച് ചേർത്ത് അപ്പം നല്ല കളറായി. ഇനി നമുക്ക് ചുടാം ഗൈസ്. സൗണ്ട് ഇടുന്നത് ശവാന നല്ലോണം പരത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം നല്ല ദോഷമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, നമ്മളിവിടെ ദോശ ചുടുമ്പോൾ എണ്ണ തേക്കാറില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഡിന്നർ ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഞാൻ എന്തൊക്കെ എടുത്തതിന് ദോശയുണ്ട്, പിന്നെ കുറച്ച് ചെറിയില്ലേ ഉച്ചയ്ക്ക് ഞാൻ കാണിച്ചില്ലേ, ആ ചെറിയും നമ്മുടെ ഈ വീട്ടിലുണ്ടായതാണ് കേട്ടോ, ഇവിടെ പറമ്പിലുണ്ടായതാണ്. പേരയ്ക്ക, റെഡ് കളർ പേരയ്ക്കയില്ലേ, അതും എടുത്ത് കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം, പിന്നെ ഒരു ഫിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡ് കളർ കവർ എന്നിട്ട് വാങ്ങിച്ചാണ്, പക്ഷേ ഇതിനകത്തുള്ള സാധനം റെഡ് കളർ അല്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ലാസ്റ്റ് ഉണ്ടായ മാവിൽ ഞാനൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഈ ബട്ടർഫ്ലൈ എൻ്റെ മോനെ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, പക്ഷെ അവനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കാം. കുറച്ചു മീൻകറി ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് റെഡ് കഴിച്ച് ഫുള്ളൊരു റെഡ് മയമാണ് കഴിച്ച്. ബീട്രൂട്ട് പച്ചയ്ക്ക് ചേർത്തപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ പച്ചച്ചവ ഉണ്ടായിരിക്കുന്നു, പക്ഷേ ഇല്ല കേട്ടോ. സാധാരണ ദോശ കഴിക്കുന്ന ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട്. ഇഡലിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ അതിനിടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ കറണ്ട് വന്ന സമയത്താണ് ഞാൻ ഈ കഴിക്കുന്നതിന് വീഡിയോ എടുക്കുന്നത്. പ്രത്യേക ഒരു ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. മറ്റേ ഹാപ്പി ഫിസ് ഇല്ലേ, അതിന്റെ വേറൊരു ഇത് ആണ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വേറെ പ്രത്യേക തരം ടേസ്റ്റ്. നമുക്കിത് വേണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ ഉണ്ടായ പേരയ്ക്കട്ടോ, നല്ല മധുരമുണ്ടോ, നല്ല ചുമന്ന പേരയ്ക്ക. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഈറ്റിംഗ് ചലഞ്ചൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത കളർ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.